ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അയർലൻഡിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന സെബി പാലാട്ടിയുടെ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ കാഴ്ചകളാണ്. സർ നാട്ടിൽ അങ്കമാലി മഞ്ഞപ്രയിലാണ് താമസിക്കുന്നത്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് സെബി സാറാണ്. ഹായ്, എൻ്റെ പേര് സെബി പാലാട്ടി. നാട് അങ്കമാലിക്കടുത്ത് മലരണിക്കാടുകളും മരതകപ്പച്ചകളും അണിഞ്ഞ മനോഹരമായ മഞ്ഞപ്ര എന്ന കൊച്ചു ഗ്രാമം. അതാണ് എൻ്റെ ജന്മദേശം. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അയർലൻഡിലാണ്. ഇപ്പോൾ അയർലൻഡിലായിട്ട് ഇപ്പോൾ ഏകദേശം 17 വർഷം കഴിഞ്ഞു. ഇവിടെ ഒരു ഹെൽത്ത് കെയർ വർക്കറായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വൈഫിൻ്റെ പേര് ജിബി. മക്കളുടെ പേര്, മൂത്ത മോളുടെ പേര് ഹാന, അവൾക്ക് 14 വയസ്സ്. മോൻ്റെ പേര് സാം, അവന് 12 വയസ്സ്. ഏറ്റവും കുഞ്ഞിൻ്റെ പേര് സോഫിയ, ഞങ്ങൾ ശോശാമ എന്ന് വിളിക്കുന്നു. ആൾക്ക് 6 വയസ്സായിരിക്കും. ഞാൻ അയർലൻഡിൽ താമസിക്കുന്നത് അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിലാണ്. എനിക്ക് ഈ പൂക്കളോടും ചെടികളോടും ഉള്ളൊരു ഭ്രാന്ത് തുടങ്ങിയത് എൻ്റെ കൊച്ചു ചെറുപ്പത്തിലേ തുടങ്ങിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ്. ഞാൻ പഠിച്ചത് ഒരു പള്ളിയുടെ അടുത്തുള്ള സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്നൊരു മഠം ഉണ്ടാവും. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ മഠത്തിൻ്റെ മതിൽ ചാടിക്കടന്ന് അവിടുന്ന്, ഈ മഠത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ ചെടികളുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്നൊക്കെ ചെടികൾ മോഷ്ടിക്കുന്ന ഒരു നല്ല ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ ഒരു ശീലം എനിക്ക്, ചെടികളോടുള്ളൊരു മുഴുത്ത ഭ്രാന്ത്. അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയർലൻഡ് ഒരു എപ്പോഴും തണുപ്പുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പൂക്കൾ വളരുന്നത് ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ്. സമ്മർ, ഇവിടുത്തെ വേനൽക്കാലത്ത് മാത്രമാണ് ഇവിടെ പൂക്കൾ വളരത്തുള്ളൂ. പൂക്കളായാലും ഇങ്ങനെയുള്ള ചെടികൾ, പൂക്കൾ ഉണ്ടാവുന്ന ചെടികളൊക്കെ വളരുന്നത് ഈ വേനൽക്കാലത്താണ്. അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ ഒരു 4 മാസമാണ് അതിൻ്റെ ഒരു സമയം. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 to 26, ഒരു 18 തുടങ്ങി 26 വരെയൊക്കെ ചൂട് വരും. അത് നല്ലൊരു ടെമ്പറേച്ചറാണ്. ഇവിടെ ചെടികൾക്കൊക്കെ വളരാൻ ഭയങ്കരമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗാർഡൻ സെൻ്ററുകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. അത് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നിരുന്നാലും ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്ലാന്റ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കടയിൽ തന്നെ നമുക്ക് അതിൻ്റെ മണ്ണ് വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ സോയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ ചട്ടിയിൽ ചുമ്മാ ആ സോയിലിൽ ആണ് നടുന്നതെങ്കിൽ ആ സോയിലിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് ഉണ്ടാവും. ഈ പ്ലാന്റിനുള്ള ന്യൂട്രീഷ്യൻസ് ആ സോയിലിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ, നല്ല ഒരു കാലാവസ്ഥയും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാവും, ഒരുപാട്. അപ്പോൾ അത് ശരിക്കും എന്തോ പറയണേ, അത് ഇപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ശരിക്കും ഭയങ്കര തിക്കായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. അത് എന്തോ പറയണേ, അത് വല്ലാതെ നമ്മുടെ മനസ്സിന് സുഖം തരുന്ന ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഭ്രാന്താണ് ചെടികളോട്. അപ്പം ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും ആദ്യം ഞാൻ ബാക്ക് ഗാർഡനിലൊക്കെ പോയി എല്ലാ ചെടികളുടെ അടുത്തേക്കൂടെയൊക്കെ പോയി ഒന്ന് നോക്കി, അവർക്കൊക്കെ വെള്ളം ഒഴിക്കേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ ചുറ്റി കറങ്ങിയിട്ടാണേ ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം. അത് എന്താണെന്നറിയില്ല, അത്രയ്ക്ക് ഒരു പ്രണയമാണ് പൂക്കളോടും ചെടികളോടും ഒക്കെ, പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടികളോട്. ഈ പൂക്കൾ എൻ്റെ ബാൽക്കണിയിലെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലേതാണ്. യെല്ലോയും പർപ്പിളും കാണുന്നത് വിയോളയാണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് കാണുന്ന റെഡ് കളറ് പൂക്കൾ വന്നിട്ട് സർഫീനിയാണ്. അത് നമ്മൾ കടയിൽ നിന്ന് അത് ചെറിയ പ്ലാന്റ് വാങ്ങിക്കുന്നതാണ്, ചെറിയ തൈ വാങ്ങിക്കും. അത് ഒരു ചെറിയ കുരുകുരു എന്നുള്ള ബോക്സുകളിൽ അത് ഇങ്ങനെ തൈകൾ കിട്ടും നമുക്ക്, 8, 10, 12 തൈയായിട്ട്. അതുകൊണ്ടൊന്ന് നമ്മൾ സോയിലിൽ ചുമ്മാ നട്ടാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
പിന്നെ അതിൻ്റെ താഴെ കണ്ടത് നമ്മൾ കണ്ടത് ബെഗോണിയയാണ്. അതിൻ്റെ പുറത്ത് കണ്ടത് ജുറേനിയമാണ്. ഈ കാണുന്നത് പിറ്റൂണിയ, ജുറേനിയത്തിൻ്റെ തന്നെ ബെഗോണിയയുടെ വേറെ വേർഷനാണ് ഇപ്പോൾ കാണുന്നത്, വൈറ്റ്. അത് ട്രെയിലിംഗ് ബെഗോണിയാണ്. നമ്മൾ ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ നടാവുന്ന ബെഗോണിയാണ്. അത് താഴത്തോട്ട് ഞാന്ന് കിടക്കും, ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. ഇത് ബാൽക്കണിയിലായതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പ്രഭാതങ്ങളും വൈകുന്നേരങ്ങളും ഞാനിവിടെ വന്ന് എൻ്റെ കോഫിയുമായിട്ട് വന്നിരുന്ന് ഇവരോട് സംവദിക്കും, ഇവരിലെ സൗന്ദര്യം ആസ്വദിക്കും. അതിനോടൊപ്പം എൻ്റെ കോഫിയും ഞാൻ ആസ്വദിക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ കാണുന്നത് ബ്ലൂ കളറിലുള്ളത് ലൊബേലിയ എന്ന് പറഞ്ഞ പൂക്കളാണ്. അത് ഒരുപാടുണ്ടാവും, ഒരുപാട്. ഇതെല്ലാം നമ്മൾ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ചുമ്മാ നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സോയിലും മണ്ണും വാങ്ങിക്കാൻ കിട്ടും. ആ മണ്ണ് ചട്ടിയിൽ നിറച്ച് അത് നടും, വെള്ളം ഒഴിക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന് ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. കാരണം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മൾ വാങ്ങിക്കുന്ന സോയിലിൽ ഉണ്ട്. ഇതും എൻ്റെ ബാൽക്കണിയുടെ വേറൊരു സൈഡാണ്. ഇപ്പോൾ കാണുന്നത് ബെഗോണിയയാണ്. ബെഗോണിയ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു പൂക്കളാണ്. അതിൽ നിന്ന് ബെഗോണിയോടൊപ്പം അപ്പുറത്ത് പിറ്റൂണിയുണ്ട്. പിന്നെ ഹാങ് ചെയ്ത് കിടക്കുന്ന വൈറ്റ് താഴത്തോട്ട് കിടക്കുന്നത് അത് പറഞ്ഞ് ജിറേനിയം. പിന്നെ ഇവിടെ ഈ ഒരു ജിറേനിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ഇതാണ്. വളരെ വല്ലാത്തൊരു കളർ കോമ്പിനേഷനാണ് ഇത് ഐവി ജിറേനിയമാണ്. ഐവി ജിറേനിയം എന്ന് പറഞ്ഞൊരു വേർഷനാണ്. വല്ലാത്തൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റേത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഈ പൂക്കൾ ഉണ്ടായി അപ്പം തന്നെ കുറച്ചാ നിൽക്കത്തുള്ളൂ, ഒരുപാട് നിൽക്കത്തില്ല. ഏറ്റവും കൂടിയ വീക്ക് കഴിയുമ്പോഴേക്കും അത് പതുക്കെ കൊഴിഞ്ഞ് എല്ലാം പോവും. പിന്നെ എല്ലാ വർഷവും ഞാൻ ഇതേമാതിരി എപ്പോഴും പിറ്റൂണിയ തന്നെ ആയിരിക്കണമെന്നില്ല. ഈ കാണുന്നതൊക്കെ പിറ്റൂണിയാണ്. പക്ഷേ ഓരോ വർഷവും പുതിയ വേറെ ചെടികളാണ് ട്രൈ ചെയ്യുന്നത്. കാരണം ഇത് സമ്മർ കഴിയുമ്പോൾ ഈ ചെടികളെല്ലാം നശിച്ചു പോകും. വിൻ്ററിൽ മഞ്ഞൊക്കെ വീണ് തുടങ്ങുമ്പോഴേക്കും അതിക്ക് മുമ്പേ നശിച്ചു പോകും. ഒരു ഒക്ടോബർ ലാസ്റ്റൊക്കെ വരുമ്പോഴേക്കും ഈ ചെടികളെല്ലാം നശിച്ചിട്ടുണ്ടാവും. കാരണം ആ തണുപ്പിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ചെറി ടൊമാറ്റോസാണ്. എല്ലാ സമ്മറിലും ഞാൻ ചെയ്യുന്നൊരിതാണ് ചെറി ടൊമാറ്റോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാലഡിന് യൂസ് ചെയ്യാം. അല്ലാതെ ചുമ്മാ ഇതിൻ്റെ പഴുത്ത ഫ്രൂട്ടായിട്ടുള്ളത് നമ്മൾ പറിച്ച് കഴുകി തിന്നാലും നല്ല മധുരമാണ് അതിന്. നമ്മൾ മുന്തിരി കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതും നമുക്ക് ഈ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ചെറിയ തൈകൾ ചെറിയ കണ്ടെയ്നറുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് സോയിലിൽ അത് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ടൊമാറ്റോൻ്റെ ഫീഡ് ഉണ്ട്. ടൊമാറ്റോ ഫീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ, ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ട്. അത് നമ്മൾ ഫ്രൂട്ട് വന്നതിന് ശേഷം അതിങ്ങനെ ഇടയ്ക്ക് എവറി 2 വീക്സോ ഒക്കെ അത് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവും, ഒരുപാട് ഫ്രൂട്ട്സ്. അപ്പം ഇതാണ് എൻ്റെ ബാൽക്കണിയിലെ കാഴ്ചകൾ. ഇത്രമാണ്. അത് എൻ്റെ കോഫി കുടിക്കുന്ന ചെയറാണ്. ഇതാണ് എൻ്റെ ബാൽക്കണി. പൂക്കളുടെ ഒരു അതിപ്രസരം തന്നെ ഇവിടെയുണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ്. ബാൽക്കണിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് പിറ്റൂണിയയുടെ ഒന്ന് പുറത്തോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന പിറ്റൂണിയയുടെ ഒന്നും വ്യൂ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ബെഡ്റൂമിലെ വിൻഡോ തുറന്ന് മുകളിൽ നിന്ന് ഇതേമാതിരി ഒരു വീഡിയോ എടുത്തത്. അതിൻ്റെ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്.
ഇതെൻ്റെ ആപ്പിൾ ട്രീ ആണ്. ഈ വർഷം കുറച്ച് ഫ്രൂട്ട്സേ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് എല്ലാ വർഷവും. ഈ പ്രാവശ്യം എല്ലാ ട്രീയിനും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചട്ടിയിലാണ് അത് നട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എനിക്ക് എവിടേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റി അവനെ നീക്കി വയ്ക്കാം. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ഫ്ലവേഴ്സ്. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. നിൽക്കുന്ന ചെറിയനെയാണ്. ഇത് നമ്മുടെ വിയോളയാണ്. വിയോള രണ്ട് കളർ വെറൈറ്റി ഉണ്ട് അതിൻ്റെ ബാക്കിൽ. ഇത് നമ്മുടെ നാട്ടിലെ ഹൈഡ്രാഞ്ചിയാണ്. ഇതിൻ്റെ കളർ വെറൈറ്റി, ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇവിടെ ഉണ്ട് ഈ ഹൈഡ്രാഞ്ചിയുടെ തന്നെ. ഇത് ഒരുപാട് പൂക്കളുണ്ടാവും, നിറച്ച് പൂക്കളുണ്ടാവും ഇതിൽ. ആ പൂക്കൾ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് വിയോളയാണ്. ഇത് അവിടെ ഇവിടെയൊക്കെ അബാൻഡൻ ചെയ്ത് കിടക്കുന്ന ഓരോ ചെടികളാണ്. ഇത് ലുക്ക് ആഫ്റ്റർ ചെയ്യാത്ത കാരണകൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ കോമ്പിനേഷനാണ് ഇതാണ്. യെല്ലോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ. ഇത് നമ്മുടെ ഡാലിയ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കാരണം കൊണ്ട് അതിൻ്റെ ഫ്ലവേഴ്സ് പതുക്കെ അളിഞ്ഞു പോയി. ആ മഴയത്ത് അതിൻ്റെ പെറ്റൽസൊക്കെ അളിഞ്ഞു പോയി. പിന്നെ ഈ കാണുന്നതൊക്കെ ചെറിയ 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 ഇത് പാൻസിയും വിയോളയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വിയോള തീരെ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. പാൻസി വന്നിട്ട് അതിൻ്റെ വലിയൊരു രൂപമായിരിക്കും. പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ചെറിയൊരു ആ പെറ്റൽസിനൊക്കെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും. ഇത് നമ്മുടെ ഡാലിയ. ഇതും ഒരു വെറൈറ്റി കളറാണ്. ഇതും ഒരുപാടുണ്ടാവും പൂക്കൾ. ഈ കാണുന്നത് ഗ്ലാഡിയോളയാണ്. ഗ്ലാഡിയോള ഒരു പൂക്കൾ പുറത്തോട്ട് വന്നിട്ടില്ല. അതിൻ്റെ സമയമാവണുള്ളൂ. കറക്റ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്ലാഡിയോള പുറത്തോട്ട് വന്നിട്ടില്ല അതിൻ്റെ പൂക്കൾ. ഈ കാണുന്നതൊക്കെ ബെൽ ഫ്ലവേഴ്സാണ്. ബെൽ ഫ്ലവേഴ്സ് ഇത് ഒരുപാട് നിറച്ചുണ്ടാവും. അത് ഞാനൊരു ടേബിളിൽ ഇങ്ങനെ ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഒപ്പം വേറൊരു ഇതുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ട്. എനിക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ.
ആ വരുന്നത് ഫ്ലാഷാണ്. അവൻ്റെ പേര് ഫ്ലാഷ് എന്നാണ്. ലിയോ എന്ന് പറഞ്ഞ വേറൊരുണ്ട്, അത് അങ്ങോട്ട് മാറി പുള്ളി അതിൻ്റെ അവിടെ ബാക്കിലുണ്ട്. ലിയോയും ഫ്ലാഷും ഞങ്ങളുടെ മൊയിലുകളാണ് കേട്ടോ. ഇതെൻ്റെ ഗാർഡൻ ഷെഡാണ്. ഈ ഗാർഡൻ ഷെഡിൻ്റെ അകത്ത് നമ്മുടെ ഗാർഡൻ ടൂൾസൊക്കെയാണ് വർക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ. ഇതുപോലുള്ള ഒരു ഗാർഡൻ കണ്ടിട്ട് ശരിക്കും നമ്മൾ നേരത്തെ ലിസ ബാബു മാമിൻ്റെയും പ്രിയ മാമിൻ്റെയും ഒക്കെ ഗാർഡനാണ് നമ്മൾ നേരത്തെ ഇത്രയേറെ പൂക്കൾ കൊണ്ട് കണ്ടത്. അതുപോലെ തന്നെ സെബി സാറ് ജോലി തിരക്കിൻ്റെ ഇടയിലും ഇതുപോലെ മനോഹരമായിട്ട് ഗാർഡൻ നോക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല, അടുത്തൊരു വീഡിയോ സാറിൻ്റെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ സാറിൻ്റെ കൃഷി രീതിയെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സെബിസറിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ട് ഇൻഡോറും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.